നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനും PWD മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെതിരെ PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ ലീഗ് കോൺഗ്രസ് നേതൃത്വങ്ങൾ നൽകുന്നത്. മുസ്ലിം ലീഗിനും കോൺഗ്രസിനും PV അൻവറെ ബേപ്പൂരിൽ തന്നെ മത്സരിപ്പിക്കണമെന്നാണ് ആഗ്രഹം. CPMന്റെ ഉറച്ച കോട്ടയായതുകൊണ്ടാണ് ബേപ്പൂരിൽ കഴിഞ്ഞ തവണ മുഹമ്മദ് റിയാസിന് മത്സരിക്കാനായി സീറ്റ് നൽകിയത്. വലിയ ഭൂരിപക്ഷത്തിലാണ് മുഹമ്മദ് റിയാസ് അവിടെ നിന്നും ജയിച്ചു കയറിയത്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ റിയാസിന് അത്ര എളുപ്പമല്ലെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ PV അൻവറിനെ അവിടെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായോ അല്ലെങ്കിൽ അൻവറിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായോ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ലീഗ് നേതൃത്വം ഉദ്ദേശിക്കുന്നത്. പിണറായി സർക്കാരിൻ്റെ RSS അനുകൂല മനോഭാവത്തോടും പോലീസിലെ സംഘീവൽക്കരണത്തോടും സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചയാളാണ് സാക്ഷാൽ PV അൻവർ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇടതുമുന്നണി വിട്ട് പോരേണ്ടി വന്നതെന്നാണ് കോൺഗ്രസും PV അൻവറും ഒരേ ശ്വാസത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി സർക്കാരിൻ്റെ സംഘീവൽക്കരണത്തിനെതിരെ അല്ലെങ്കിൽ പിണറായിയുടെ RSS ബാന്ധവത്തിനെതിരെ താൻ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുമെന്ന പ്രഖ്യാപനം അദ്ദേഹം നേരത്തെ തന്നെ നടത്തിയിരുന്നു. എന്നാൽ ഇടക്കാലത്ത് UDF നേതൃത്വമായി പ്രത്യേകിച്ച് VD സതീശനുമൊക്കെയായി ചെറിയൊരു അകൽച്ച ഉണ്ടായതിനു ശേഷം ഇത്തരം ചില സംസാരങ്ങളിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങിയിരുന്നു. എന്നാൽ UDFിലേക്കുള്ള അൻവറിന്റെ വരവിനെ VD സതീശനടക്കം അംഗീകരിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ വഴി തെളിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം UDFിൻ്റെ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ UDF പിന്തുണയോടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ തീർച്ചയായി കഴിഞ്ഞു. അങ്ങനെ വരുമ്പോഴാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ബേപ്പൂരിൽ മത്സരിക്കണമെന്ന ആഗ്രഹം അദ്ദേഹം വീണ്ടും പ്രകടിപ്പിച്ചതും കോൺഗ്രസും ലീഗും അംഗീകരിച്ചതും. ബേപ്പൂരിൽ CPMന്റെ മടയിൽ ചെന്ന് CPMന്റെ പുലിയെ നേരിടണം, മുഹമ്മദ് റിയാസിനെ നേരിടാമെന്നാണ് അൻവറിൻ്റെ ആഗ്രഹം. ഇക്കാര്യത്തിൽ ലീഗ് നേതൃത്വം പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു. ഇനി സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വവും പച്ചക്കൊടി കാണിക്കും. അദ്ദേഹത്തെ വേറെ എന്തെങ്കിലും സീറ്റിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കാൻ കോൺഗ്രസിന് വലിയ താല്പര്യമില്ല. കാരണം ബേപ്പൂർ അദ്ദേഹം മത്സരിച്ച് പിടിച്ചെടുത്താൽ അത് UDFന് ഒരു അഭിമാന പോരാട്ടമായി തീരും. UDFന് അത് വലിയ തോതിൽ രാഷ്ട്രീയമായി പ്രയോജനം ചെയ്യുമെന്നാണ് കോൺഗ്രസ് നേതൃത്വവും ലീഗ് നേതൃത്വവും ഒരുപോലെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേപ്പൂരിൽ PV അൻവറിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി വലിയൊരു പരീക്ഷണം നടത്താനുള്ള ശ്രമം ഇപ്പോഴേ UDF തുടങ്ങിക്കഴിഞ്ഞു. PV അൻവർ ബേപ്പൂരിൽ എത്തി മൗനപ്രചരണം, പതിയെ സൈലൻ്റ് ആയിട്ടുള്ള പ്രചരണം ആരംഭിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. കാരണം ബേപ്പൂർ വളരെ താല്പര്യമുള്ള സ്ഥലമാണ് PV അൻവറിന്. ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിൻ്റെ പിന്തുണ ഏതാണ്ട് പൂർണ്ണമായും തന്നെ LDFന് നഷ്ടപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് അവിടെ ഇനി മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കാൻ PV അൻവറിന് നിഷ്പ്രയാസം സാധിക്കുമെന്നാണ് CPMന്റെ തെരഞ്ഞെടുപ്പ് വിശാരദർ ഭയക്കുന്നത്. അതുകൊണ്ട് തന്നെ PV അൻവറെ മറ്റ് സീറ്റുകളിലേക്ക് മാറ്റാനുള്ളൊരു നീക്കം, എന്തെങ്കിലും അങ്ങനെ ശ്രമം നടത്തിയാൽ അദ്ദേഹം മറ്റ് സീറ്റുകളിലേക്ക് മാറുമോ എന്നുള്ള നീക്കമൊക്കെ ചില CPMന്റെ തെരഞ്ഞെടുപ്പ് വിശാരദന്മാർ നടത്തുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ മുഹമ്മദ് റിയാസിന് അവിടുന്ന് കയറിപ്പോരുക അത്ര എളുപ്പമല്ല എന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും PV അൻവർ അദ്ദേഹം ഇടതുമുന്നണിയിൽ നിന്നും വിട്ട് പിണറായിക്കെതിരെ തിരിഞ്ഞ ശേഷം അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളെല്ലാം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. സംഘീവൽക്കരണം, അജിത് കുമാറിനെ പോലെ ആളുകൾ ഇടപെടൽ, അജിത് കുമാർ RSSന്റെ നേതാവിനെ പോയി കണ്ടത് അതെല്ലാം പിണറായി പറഞ്ഞിട്ടാണെന്നുള്ള ആരോപണമൊക്കെ CPMന്റെ RSS ബാന്ധവത്തെക്കുറിച്ച് വലിയ തോതിലുള്ള കാടിളക്കിയുള്ള പ്രചരണമാണ് PV അൻവർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയത്. അതിൻ്റെ എല്ലാം ഗുണം ബേപ്പൂരിൽ ഉണ്ടാകുമെന്നുള്ള വിശ്വാസമാണ് അൻവറിനുള്ളത്, UDFിനുള്ളത്, കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമുള്ളത്.